നിനക്ക് മനസ്സിലായിന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ മറ്റൊരു ഉജ്ജ്വല കലാ സൃഷ്ടി. നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ, നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ, ഇതാ ഇന്ന് മുതൽ, നാളെ മുതൽ ഇതാ. നീ കൊറേ നേരായില്ല ചിലക്കാൻ തുടങ്ങിട്ട്. പടത്തിന്റെ പേരെന്താ? ഇതാ ഇന്ന് മുതൽ. പടത്തിന്റെ പേരെന്താന്ന്? ഇതാ ഇന്ന് മുതൽ. അപ്പൊ കുറച്ചു നേരത്തെ നീ നാളെ മുതൽ പറഞ്ഞല്ലോ. നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ. നീ ഇന്ന് മുതലോ നാളെ മുതലോ എപ്പ വേണേ തുടങ്ങിക്കോ. പടത്തിന്റെ പേര് പറയാൻ പടത്തിന്റെ പേരാണ് പറഞ്ഞ ഇതാ ഇന്ന് മുതൽ. അത് നാളെ മുതലാണ് നമ്മൾ തിയേറ്ററിൽ കളിക്കുന്നത്. ആ അങ്ങനെ പറ. ഞാൻ ഇത്ര വലിയ പോലീസുകാരനായിട്ട് എനിക്ക് എന്നെ മനസ്സിലാവില്ല, പിന്നെയാണ് നാട്ടുകാർക്ക് മനസ്സിലാവുക. നീ ഇവനും കൊണ്ട് പബ്ലിസിറ്റി കാണുന്നുണ്ടല്ലോ, അവസാനം നീ തെണ്ടി പോവുകയും ചെയ്യും, നിന്റെ തിയേറ്ററിൽ ആളും കയറില്ല. ആ മൈക്കെടുത്തേ എടുക്ക. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം എന്ന് വെച്ചാണെങ്കിൽ മുമ്പ് നീ അക്ഷരസ്ഫുടതയോട് സംസാരിക്കാൻ പഠിക്കും. സുഹൃത്തുക്കളെ, എന്റെ ഏക മകൻ നടത്തുന്ന ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ ഇതാ ഇന്ന് മുതൽ ഇതാ നാളെ മുതൽ, ഇതാ ഇന്ന് മുതൽ ഇതാ നാളെ മുതൽ, ഇതാ ഇന്ന് മുതൽ ഇതാ അങ്ങനെ റാഞ്ചി ഞാൻ വരാൻ വൈകും. ഇതൊക്കെ ഞാൻ ഏറ്റു. ആ കാര്യം ഞാൻ നോക്കിക്കോളാം. കാലത്ത് തന്നെ നിന്റെ അപ്പനടിച്ച് വീലാണല്ലോടാ. വീല് നിന്റെ അച്ഛനുണ്ടാ. തന്തയ്ക്ക് വിളിക്കാതെ വണ്ടി വിട്. ചിറ്റാരിക്കടവ് ലക്ഷ്മി ടാക്കീസിൽ നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ, നാളെ മുതൽ ഇതാ ഇന്ന് മുതൽ. അച്ഛാ വേണ്ട, വീട്ടിൽ പോ, മര്യാദക്ക് വീട്ടിൽ പോ. ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. നീ കള്ളകൃഷ്ണന്റെ മോളെ കെട്ടിക്കൊണ്ടു വന്നാ ഞാൻ ഇവിടെ കെട്ടിത്തുങ്ങിച്ചാവും. ഇത് നടക്കാൻ തന്റെ ജീവൻ ബലി കൊടുക്കുക എന്ന് പറഞ്ഞ പ്രയാസാവൂല്ലോ ഭഗവതി. ഞാൻ ഒരു റിട്ടയർഡ് പോലീസുകാരനാണ്. ആ എന്റെ മോൾ ഒരു കള്ളന്റെ മോളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുക. ചേട്ടാ, ഇത് കള്ളനും പോലീസും കളിയല്ല, ഒരു ചെറുപ്പക്കാരന്റെയും ജീവിത പ്രശ്നമാണ്. കർത്താവിനെ ഓർത്ത് കുഞ്ഞമ്പു നായർ ഇതിന് സമ്മതം മൂടണം. എന്നിട്ട് ഒരു അച്ഛന്റെ കടമ എന്താന്ന് വെച്ചാ അത് നടത്തി കൊടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്റെ സമ്മതത്തോടെ ഇത് നടക്കില്ല. അച്ഛന്റെ സമ്മതം ഇല്ലെങ്കിൽ ഈ കല്യാണം നടക്കും. എന്താ പറഞ്ഞേ? ചിലപ്പോ അങ്ങനെ സംഭവിച്ചെന്നിരിക്കും. അച്ഛനെ വിളിച്ചപ്പാട് എന്താ പറയണേ? ഞങ്ങൾക്കും ഇതേ അഭിപ്രായ. ഭഗവതി ഇത് നടത്തും. നിങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ച സ്ഥിതിക്ക് പിന്നെ എന്ത് തേങ്ങ എന്നോട് ചോദിക്കണേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അതൊരു സാമാന്യ മര്യാദയുടെ പേരിൽ ചെറുക്കുന്നൊരു അച്ഛനുണ്ടല്ലോ. നീ ആ പെണ്ണ് കെട്ടോടാ. കെട്ടും. സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും കെട്ടും. കെട്ടുവോ? നീ അവളെ കെട്ടുവോ? എന്നാ കെട്ടിക്കോ. നിങ്ങൾ എല്ലാവരും കൂടി നടത്തി കൊടുക്ക്. ദേ കേട്ടോ, നാളെ നേരം മുമ്പ് എന്റെ ശവം കണ്ടില്ലെങ്കിൽ എന്നെ എങ്ങനെ വിളിച്ചോ. ഞാൻ പോവാട്ടോ. പോയിക്കോ. നിങ്ങളെ വേണം, ഞാൻ പോവാ. അങ്ങനെ ഇപ്പൊ പോണില്ല. എനിക്ക് സമ്മത. എന്റെ കുട്ടനടാ കള്ള. ആരോട് ചോദിച്ചായി കല്യാണം ഉറപ്പിച്ചത്? എന്റെ മോടെ കല്യാണം ഉറപ്പിക്കാൻ എനിക്ക് ആരോടും ചോദിക്കണ്ട. എന്നോട് പോലും ചോദിക്കാതെ കല്യാണം ഉറപ്പിക്കും അല്ലേ? നീ ആരാ? ഞാൻ അവളെ ആങ്ങളെ. അയ്യരെ, ഒരു ആങ്ങള വന്നിരിക്കുന്നു. ഇന്ന് വരെ ഒരു ബ്ലൗസിന്റെ തുണി നീ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോടാ? കല്യാണം നടക്കൂല. നീ ചത്താലും ഞാൻ ഈ കല്യാണം നടക്കും. നശിപ്പിക്കടാ, നശിപ്പിക്കാ. വെരിട്ട് വേലയൊന്നും എന്റെ അടുത്ത് വേണ്ട, അങ്ങാടി പിള്ളേരുടെ അടുത്ത് കൊണ്ടുപോ. അതുകൂടെ കൊണ്ടുപോടാ കള്ളുഷാപ്പ്. ഇതും കൊണ്ടുപോ. പരമദ്രോഹി, കൊണ്ട് കളയറാ, നശിച്ചവനെ. അയ്യോ, ഇങ്ങനെ ഒരു കാലൻ എന്റെ ഈശ്വര. ഇന്നോടാ കൊണ്ടുപോടാ.